ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിനീസ് വേൾഡ്. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് നമുക്കൊരു കല്യാണ ഫംഗ്ഷന് വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും മധുരം കൊടുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നെടുങ്കുന്നത്താണ് കല്യാണം. നമ്മളങ്ങനെ നെടുങ്കുന്നത്ത് വന്നത്. ഇതൊക്കെ അച്ഛൻ്റെ അനിയന്മാർ സഹോദരങ്ങളാണ് കേട്ടോ. അവരെല്ലാവരും കൂടെ ഒരു വശത്തിരുന്ന് ഭയങ്കര കുക്കിങ്ങും കാര്യങ്ങളും അവരായിരുന്നു. ബിരിയാണി ആയിരുന്നു കുക്ക് ചെയ്തത്. സഹോദരങ്ങൾ അവരെല്ലാവരും കൂടെ ആയിരുന്നു. അച്ഛനൊക്കെ 7 ആണും 2 പെണ്ണുമാണ്. നമ്മുടെ ഒരു വലിയ ഫാമിലിയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലെത്തി ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. വൈകിട്ട് തലേദിവസം മധുരം കൊടുപ്പിനാണ്. അപ്പം ഞങ്ങൾ വന്നത് ജിജി ആൻറ്റി വരുന്നു. ഇത് അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ് ജിജി ആൻറ്റി. ജിജി ആൻറ്റി ഒന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ തന്നെ പിച്ചാണ്. ഇതാണ് നമ്മുടെ മെയിൻ താരം, നമ്മുടെ മണവാളൻ. അവൻ മധുരം കൊടുപ്പിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ ഉടുത്ത് നടക്കുവാണ്. അതേ പോകുന്ന മാളും ക്രിസ്റ്റീന ചേച്ചി, കൊച്ചായൻ, തുമ്പി ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മരുന്നൊക്കെയാണ് നമ്മളിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാളു ബിൻചാച്ചൻ കൈയൊക്കെ കുപ്പിയത് അവിടെ അച്ഛൻ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് കൈയൊക്കെ കുപ്പി ഇതൊക്കെ ആയിരുന്നു ജോഹാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ താരം കുട്ടാപ്പി, മാളു. ഇവരൊക്കെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇവർ വരുന്നതനുസരിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചായൻ. അപ്പം ഇതാണ് ചെറുക്കൻ്റെ പെങ്ങള് ലിൻഡ ചേച്ചി. അപ്പോഴത്തേക്കും ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോരുത്തർ. ഇത് ചെറുക്കൻ്റെ പപ്പ അപ്പച്ചൻകുട്ടി ചായൻ. അപ്പം മധുരം കൊടുപ്പാണ്. മധുരം കൊടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കൽക്കണ്ടോ ഉണക്കമുന്തിരിയായിരുന്നു. ഇത് ചെറുക്കൻ്റെ പെങ്ങൾ. അപ്പം മധുരം കൊടുപ്പിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഡി അടിച്ച് ചില്ലെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പം എല്ലാ അയൽവക്കത്തുള്ളവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ മണവാളൻ. അവന് ചിരിയും ഒക്കെയാണ്. അവനോട് ഞാൻ പറയണ ഹായ് പറയാനൊക്കെ പറയാണ്. അവനിങ്ങനെ നോക്കണത് അച്ഛൻ നിൽപ്പുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഇപ്പോൾ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും പേരുള്ളത് നമ്മുടെ വലിയൊരു ഫാമിലിയാണ്. കുറേ അംഗങ്ങളുണ്ട് കേട്ടോ. നല്ല അടിച്ച് പൊളിച്ച് നിങ്ങൾക്കത് ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടിന്യൂസ് ലാസ്റ്റ് വരെ കാണുമ്പോൾ അറിയാം നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കാര്യം അതുപോലെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ച് അത്രയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു കല്യാണമായിരുന്നു. ഇത് ഞാൻ 2ആയിട്ട് ഇടുന്നത്, പാർട്ട് 1 പാർട്ട് 2. നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇടുന്നത് മധുരം കൊടുപ്പും വീഡിയോയും കാര്യങ്ങളും ഒക്കെയാണ്. സെക്കൻഡ് പാർട്ടായിട്ട് വെഡ്ഡിങ് ഡേയുടെ അന്നത്തെ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. അപ്പോഴത്തെ പ്രാർത്ഥന കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ നമ്മുടെ അടിച്ച് പൊളിച്ച് നമ്മൾ ഡാൻസും പാട്ടും അത് പറയാനായിട്ട് വാക്കുകളില്ല. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓർത്തിട്ടുണ്ട്, പക്ഷെ അത്രയും കാണുമ്പോൾ കാണുന്നവർക്ക് അതൊരു ഇത് കാണത്തില്ല. ഇത്ര അങ്ങനെ തോന്നത്തുള്ളൂ. പക്ഷെ നമ്മൾ എന്നിട്ടും ഞാൻ കുറേ കട്ട് ചെയ്തു വീഡിയോസ് കേട്ടോ. എന്നുവെച്ചാൽ നമുക്കതൊന്നും ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് പോകും വീഡിയോസ്. പിന്നെ ഞാൻ വോയിസ് കൊടുക്കണ്ടേ. എന്നിട്ടും എന്തുമാത്രം നേരം വീഡിയോ, ഒരു അരമണിക്കൂർ കാണാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എല്ലാവരും കാണണം. അവസാനം അച്ഛൻ്റെ ആനാവളമൊക്കെ തളിച്ച് തരികയാണ്. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് വീണ്ടും പറയാം കേട്ടോ, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നിർബന്ധിക്കത്തില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നവർ മാത്രം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേ അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് കാണുന്നത് ഭയങ്കര പാടാട്ടോ. നമ്മൾ ഈ ലോങ് വീഡിയോ ആണെങ്കിൽ നമ്മൾ വോയിസ് കൊടുക്കുന്നത്. ഞാൻ അപ്പം തന്നെ വോയിസ് കൊടുത്ത് പോകാൻ ഓർത്തു. പക്ഷേ ഈ പാട്ടിൻ്റെ സൗണ്ടും ഒക്കെയാണ്. പിന്നെ ഓൾറെഡി മൈക്ക് വേണമല്ലോ. മൈക്ക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ വ്ളോഗ് ചെയ്യുന്ന മൈക്ക് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ്. നമ്മൾ ഭയങ്കരമായിട്ട് കിടന്നങ്ങ് സൗണ്ട് എടുത്താലും കേൾക്കത്തില്ല, നിങ്ങൾക്കും ക്ലിയർ ആവത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ എടുത്തിട്ട് വോയിസ് കൊടുക്കാൻ എടുത്തത്. പ്രാർത്ഥന കഴിഞ്ഞ് മാളും എനിക്കൊണ്ട് സ്തുതി തരുവാണ്. അച്ഛൻ സ്തുതി കൊടുത്തു ചെറുക്കനും.
അപ്പനും ചെറുക്കൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ സ്തുതി കൊടുത്തു. അങ്ങനത്തെ ചെറുക്കൻ്റെ തലയെ പിടിച്ച് അവർ രണ്ടുപേരും അനുഗ്രഹിക്കുകയാണ്. അച്ചാച്ചൻ, ഇത് അച്ചാച്ചൻ, അത് അച്ചാച്ചൻ്റെ ഒരു അനിയൻ ജോയിച്ചാച്ചൻ, അത് അച്ചാച്ചൻ്റെ ഒരു ചേട്ടൻ കൊച്ചായൻ, അങ്ങനെ ഇവർ കുറേശ്ശെ പേരൊക്കെ ഞാൻ കാണിക്കാൻ കണ്ടത്. ഈ കാണുന്നതാണ് അച്ചാച്ചൻ്റെ ഏറ്റവും ഇളയ അനിയൻ സന്തോഷാച്ചൻ. സന്തോഷാച്ചനൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്, കൈ അങ്ങനെ ഒരു ഇങ്ങനെ വിരൽ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് അത് സ്റ്റിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഇനി കാണാൻ പോകുന്നത് അച്ചാച്ചനും സന്തോഷാച്ചൻ്റെ ഇളയ മോള് പിന്നെ സനുവും കൂടെ ഉള്ള നിൽക്കുന്ന അവരപ്പോൾ അച്ഛൻ എന്നോട് ഫോട്ടോ എടുക്കാൻ പറയാണ്. അപ്പോഴത്തേക്ക് ഞാൻ അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ഇത് ഓർഡർ ഇത് പ്രാർത്ഥന സമയത്ത് ബാക്കി നിന്നവരുടെ വീഡിയോ ഓർഡറിലല്ല, ചില ഇതാണെങ്കിലും ഡാൻസ് കളിക്കുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ കൂടിയും ഓർഡറിലല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ ഇരിക്കുന്ന കേട്ടോ. അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടേ എല്ലാവരും ഇനി മധുരം കൊടുപ്പിന് പോവാണ്. ജോയി ചാച്ചൻ നിൽക്കുന്നു, മമ്മി, സന്തോഷ് ചാച്ചൻ, അങ്ങനെ ക്രിസ്റ്റീന ചേച്ചി ഒരു അച്ചാച്ചൻ ഓരോ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരുടെ മുറിയുന്നു. പ്രീതി ആൻറ്റി, അപ്പം സിയ, അപ്പം ഇവരെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുറ്റത്തായിരുന്നു മധുരം കൊടുക്കുക. അപ്പോൾ സിറ്റ് ഔട്ടിലാണ് അവനെ ഇരുത്തി, മുറ്റത്ത് പന്തലൊക്കെ കെട്ടി, അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്ത്, അങ്ങനെ ആയിരുന്നു മധുരം കൊടുപ്പിന് തയ്യാറായതും. ഇതാണ് ചെറുക്കൻ്റെ അപ്പനും അമ്മയും. പിന്നെ ഞാനൊരു കാര്യം പറയണം, ഞാനിത് ഇടുന്ന ഈ പറയുമ്പം റിപ്പീറ്റ് വരുന്നുണ്ട്, അത് എനിക്കും അറിയാം. പക്ഷെ നമുക്ക് ഇത്രയും ലോങ് വീഡിയോ ആണ്, നമുക്ക് വോയിസ് എന്ത് കൊടുക്കണമെന്ന് നമുക്ക് ഈ കാണുന്ന അനുസരിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവല്ലേ, അതുകൊണ്ടാണ് റിപ്പീറ്റ് വരുന്നുണ്ടെന്നൊക്കെ അറിയാം. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കാര്യം നമുക്കങ്ങനെ വന്നു പോകുന്നതാണ്, അത് എനിക്കറിയാം. പക്ഷെ പറഞ്ഞതിന് പിന്നെ അറിയാതെ വായിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോഴത്തെ എല്ലാവരും മധുരം കൊടുപ്പിനും റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ മധുരം കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നൊക്കെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കണ്ട. ഇവരൊക്കെ എന്നെ ഇട്ടുകൊണ്ട് ഓരോന്നെല്ലാം പറയും, ഞാൻ വ്ളോഗ് ചെയ്ത അതൊക്കെ പറയക്കട. ഇവരെല്ലാം ഭയങ്കര ആക്റ്റീവ്, ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തെ എല്ലാവരും ഇങ്ങനെ ഇപ്പം അനങ്ങാതിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ കണ്ടോണം എല്ലാവരുടെ എനർജി കണ്ടോണം, അടിച്ച് പൊളിച്ച് എന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ എൻജോയ്. ഇപ്പോൾ തൃശ്ശൂരിലെ കല്യാണമായിരുന്നു ലാസ്റ്റായിട്ട് നമ്മൾ പോയത്, അതിൻ്റെ പിന്നെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ഇത്രയും ഡാൻസ് ഒന്നും കാര്യം ഇത്രയും ദൂരമായിരുന്നു, എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അതും കൂടെ കൂട്ടി ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ നമ്മളങ്ങ് തകർത്ത്. കാര്യം ഡാൻസ് ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ് കേട്ടോ. ചെറുക്കൻ്റെ അപ്പനും അമ്മയും ചെറുക്കനും കൂടെ കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിച്ച് ഞങ്ങളെല്ലാം കൈ അടിച്ചത് പാസ്സാക്കി കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ ഓരോ കമൻറ്റ്സ് പറയുന്നുണ്ട്, ഞങ്ങളത് കേട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവരൊക്കെ ഓരോന്നെല്ലാം പറഞ്ഞ് ഞങ്ങളങ്ങ് ചിരിയാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എന്നെ ചെറുക്കൻ്റെ അളിയനാണ് ജേസൺ ചേട്ടൻ, അപ്പം ലിൻഡ ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പം അവർ പിന്നെ ഇനി മധുരം ഓരോരുത്തരെ വെച്ച് കൊടുക്കണ്ടേ, അപ്പം അങ്ങനെ കൊടുക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജേസൺ ചേട്ടനും അവന് മധുരം കൊടുത്തോണ്ടിരിക്കുകയാണ്, കേക്കാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ പിന്നെ ചേച്ചി ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫസ്റ്റ് മധുരം കൊടുക്കുന്നു, ചേച്ചി കൊടുക്കുന്നു, ജേസൺ ചേട്ടനും കൊടുക്കുന്നു, അവർ രണ്ടുപേരും കൂടെ മധുരം കൊടുക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇവിടെ പറയും, ഞങ്ങളത് കേൾക്കും, ചിരിക്കും, കൈകൊട്ടും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം ചുമയ്ക്കുന്ന ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി പിന്നെ മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നു, ഇന്നയാൾ മധുരം കൊടുക്കുക, ഇന്നയാൾ മധുരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തർ അതിൻ്റേതായ രീതിയിൽ അനുസരിച്ച് മധുരം കൊടുത്തുകൊണ്ട്. ചേച്ചി ഇത് ഒരു ബ്ലോഗറാണ് കേട്ടോ, യൂട്യൂബ് ചാനലുള്ള ആളാണ് ജിജി ആൻറ്റി. അപ്പോഴത്തെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയാണ് അടുത്തത് ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള കലാപരിപാടികൾ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്ന ഡാൻസ് ഒന്നും അല്ല കേട്ടോ. ചുമ്മാ ഒരു പാട്ടിട്ട് എല്ലാവരും കൂടെ എന്ന് വെച്ചാൽ ഇവർ ഞാൻ പറഞ്ഞല്ലോ 7 ആണും 2 പെണ്ണുമാണ്, മൊത്തം 9 പേരാണ്. അവരുടെ മക്കൾ എന്ന് ഭയങ്കര വലിയൊരു ഫാമിലിയാണ് നമ്മുടെ. അപ്പം എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഡാൻസും പാടും. ഒരു 12:30 1:30 വരെ നമ്മൾ ഈ തുള്ളലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് നേരം നമുക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടിയുള്ളൂ. അതും ഈ കുട്ടാപ്പിയെ കണ്ട അവനെ പരിചയപ്പെടുത്തി തരാം. ആ വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നത് അവനാണ് എന്നെ ഉറക്കിയിട്ടില്ല അന്നത്തെ ദിവസം. ഞാൻ കിടക്കുന്നിടത്തുനിന്ന് അവൻ എന്നെ എഴുന്നേൽപ്പിച്ച് വിട്ടിട്ട് അവൻ അവിടെ കിടന്നിട്ട് ഞാനും അവനും കൂടെ ഭയങ്കര ഗുസ്തിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു സമയമായി.
അപ്പോഴത്തേക്കും പിന്നെ നേരം വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും ഹാളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ എഴുന്നേറ്റ് വരാം. പിന്നെ നേരം വിളിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കണമല്ലോ എന്ന് വെച്ചാൽ 6:30 ആയപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു. അങ്ങനെയൊക്കെ ആയിരുന്നു. 2 ദിവസത്തെ ഉറക്കം നമുക്ക് നന്നായിട്ട് പോയായിരുന്നു കേട്ടോ. ഇപ്പോൾ തലേദിവസം അവിടെ ചെല്ലുന്നതിൻ്റെ തലേദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നമുക്കിവിടെ മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടില്ലായിരുന്നു. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഇവിടെ കല്യാണത്തിന് പോയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ അച്ഛൻ വന്ന് മധുരം കൊടുക്കുവാണ്. അച്ഛൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അച്ഛൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡാൻസിനും പാട്ടിനും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ നമ്മുടെ കൂടെ ഒപ്പത്തിനൊപ്പം കടന്ന് ഡാൻസ് കളിക്കുമായിരുന്നു അച്ഛൻ കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു അച്ഛൻ്റെ. നമ്മുടെ കൂടെ കൂടുന്ന ഒരു അച്ഛനായിരുന്നു. അങ്ങനെ മാറി നിന്നില്ല. എല്ലാത്തിനും അടിപൊളിയായിട്ട് നമ്മൾ ഡാൻസ് കളിക്കാനും ഒക്കെ നിന്നാണ്. ഇത് ലില്ലിക്കുട്ടിയാൻ്റെ റിലേഷനാണ്. ലില്ലിക്കുട്ടിയാൻ്റെ അനിയനോ ചേട്ടനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു റിലേഷനാണ്. എനിക്ക് ബന്ധം പറഞ്ഞു തരാൻ അറിയത്തില്ല. അവരൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതെൻ്റെ അച്ചാച്ചനും മമ്മിയാണ്. മമ്മി അച്ചാച്ചനും കൂടെ മധുരം കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടെ കൊടുക്കുന്നു. ഓർഡർ അനുസരിച്ച് ചേച്ചി മൈക്കിൽ കൂടെ പറയുമ്പം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഓരോരുത്തർ ഓരോ കമൻറ്റ് പറയും. മമ്മി പറയുന്നത് കുരിശ് അരച്ചു കൊടുക്കാൻ പറയുന്ന അച്ചാച്ചനോട്. അങ്ങനെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു തന്നെ. അവരൊക്കെ ഓരോരുത്തർ ഈ സമയത്ത് ഇവിടെ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. പാട്ട് ഇടുന്നതുകൊണ്ട് ചേച്ചി മൈക്കിൽ കൂടെ പറയുന്നതും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ജോറുടി ചായ മധുരം കൊടുക്കുന്നു. ജോറുടി ചായ മധുരം കൊടുത്ത് അനുഗ്രഹിച്ചു ഇടുന്നു. അങ്ങനെ ഓരോരുത്തർ വരുന്നതേ മമ്മി കുരിശടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മമ്മി കുരിശടിച്ച് പ്രാർത്ഥിച്ചിട്ട് മമ്മിയും പോകുന്നു. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോരുത്തർ ആ സ്പോട്ടിൽ ചിലപ്പോൾ കാണത്തില്ല. എല്ലാവരും കളിക്കാനും അങ്ങനെയൊക്കെ മാറി നിൽക്കുക. അപ്പം ചേച്ചി വിളിക്കുന്ന ഒന്നും ആർക്കും കേൾക്കാനും വരുന്നില്ല. ഇത് നമ്മുടെ ജോയിച്ചാച്ചനും ജിജിയാൻ്റെയാണ്. അവരും മധുരം കൊടുത്തു. ജോയിച്ചാച്ചനും കുരിശടിച്ച് പ്രാർത്ഥിച്ചിട്ട് ജോയിച്ചാച്ചനും പോകുന്നു. അപ്പോൾ ഓരോരുത്തർ കയറി വരുമ്പോഴത്തേക്കും ഇവരൊക്കെ ഓരോ കമൻറ്റും കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങ് ചിരിപ്പിക്കുക കേട്ടോ. ഇതൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ സന്തോഷത്തിന് ഡാൻസ് കളിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ സന്തോഷനും പ്രീതി ആൻറ്റിയാണിത്. അപ്പം അവരും ഇങ്ങനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പോകുന്നു. എല്ലാവരും ഇങ്ങനൊരു പരിപാടി ഇങ്ങനൊരു ഫംഗ്ഷൻ വന്നതുകൊണ്ട് എല്ലാവരും വരും കേട്ടോ. വരും. അങ്ങനെ നമ്മളെല്ലാവരും ഒന്ന് കൂടുന്നതും കാണുന്നതും ഒക്കെ സംസാരിക്കുന്നതും ഒക്കെ കേട്ടോ. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു നല്ല മെമ്മറീസാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ ഇതൊക്കെ എങ്ങനെ വന്നു കണ്ടും കേട്ടും ഒക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇപ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് തൃശ്ശൂർ അങ്ങനെ ബോംബെ ബാംഗ്ലൂർ ഇപ്പോൾ ഇവരെല്ലാം നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റുന്നത് ഈ ഒരു സാഹചര്യത്തിലും ഇങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടികൾ വെക്കുന്ന സമയത്താണ്. എല്ലാവരും കൂടെ ഒന്നിക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ അല്ലേ. നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഇതാണ്. നമുക്ക് ഭയങ്കര എന്ന് വെച്ചാൽ നമ്മളെല്ലാം മറന്ന് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും എല്ലാവരും കൂടെ കൂടുന്നു സംസാരിക്കുന്നു ഒക്കെ അല്ലേ. അപ്പം ഇങ്ങനത്തെ ഓരോരുത്തർ മധുരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇത് ബിനിചാച്ചൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ബിനിചാച്ചൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. ബിനിചാച്ചൻ്റെ ഡാൻസൊക്കെ ഒന്ന് കാണണമായിരുന്നു. അതുപോലായിരുന്നു. ബിനിചാച്ചൻ നല്ല അടിപൊളിയായിരുന്നു. ഡാൻസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവായിരുന്നു. ബിനിചാച്ചനാണ് മധുരം കൊടുക്കുന്നത്. ക്രിസ്റ്റീന ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ക്രിസ്റ്റീന ചേച്ചിയുടെ അല്ല, കൊച്ചിൻ്റെയാണ് യൂട്യൂബ് ചാനൽ. ഇത് ഇവൻ്റെ കല്യാണമായിരുന്നു നമ്മൾ ലാസ്റ്റ് ഓടിയത്. തൃശ്ശൂർ ജീസനും റാണിയും അവരും അതുപോലെ മധുരം കൊടുക്കണം. അതേ കേക്കൊക്കെ മോന്തയ്ക്ക് ഇങ്ങനെ തേക്കണം. അപ്പം ഞങ്ങൾ ഓൾറെഡി ചെറുക്കൻ്റെ മുഖത്ത് പിമ്പിൾസ് ഉള്ളതുകൊണ്ട് കേക്ക് തേക്കണം എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്. അതൊന്നും അവൻ നോക്കിയില്ല. അവനെ കേക്കൊക്കെ വെച്ചു. അത് കഴിഞ്ഞത് ടിബിനും ഇവനാണ് കുട്ടാപ്പി. ഇവനാണ് ഇങ്ങനെ ഉറക്കത്തിലും തൃശ്ശൂരിലെ കല്യാണത്തിന് ഉറക്കില്ല തന്നെ ഇവിടുത്തെ കല്യാണത്തിന് ഉറക്കില്ല. ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോ കുസൃതിയും കാണിച്ചുകൊണ്ട് വരും. അവൻ്റെ കാര്യം നല്ല രസമുണ്ട്. ടിബിൻ ഇതെൻ്റെ അനിയനാണ്. അവൻ കൊടുക്കാൻ വരുമ്പോൾ അവൻ്റെ അടുത്തുനിന്ന് മാറ്റും ഇങ്ങനെ കിടന്നുകൊണ്ട് അവനെ കിടന്ന് കളിപ്പിച്ചുകൊണ്ടിരുന്നു. പാവം ലാസ്റ്റ് അവന് കൊടുത്തു കേട്ടോ. പിന്നെ കുട്ടാപ്പി കൊടുത്ത് സോറി ഏട്ടാ ചുമയ. കുട്ടാപ്പി കേക്കാണ് കൊടുത്തത്. ബാക്കി അവൻ്റെ മോന്തയ്ക്കും തേച്ച് പേസ്റ്റ് പോലെ ആക്കി വെച്ചു. അടുത്ത് കഴിഞ്ഞ് സിയയും സനുവും തുമ്പിയും അവർ സിയയും സനുവും കൂടെ കൊടുക്കുകയാണ് കേക്ക്. ഇത് കൊടുത്തു. അത് കഴിഞ്ഞിട്ടേ മാളു കുട്ടാപ്പി എന്ന് അറിയില്ലേ, അവൻ്റെ പെങ്ങളാണ്. മാളുവും വന്ന് കൊടുത്തിട്ട് പോയി. ഇതൊക്കെ എനിക്ക് ആൾക്കാരെ അറിയാം, പക്ഷെ എനിക്ക് റിലേഷൻ പറയാൻ അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ലിൽക്കുട്ടി ആൻറ്റിയുടെ പിന്നെ അനിയത്തിമാരുടെ മക്കളും അവരൊക്കെ ആയിരുന്നു. അങ്ങനെ അവരും ഇങ്ങനെ കണ്ടിന്യൂസും ഇങ്ങനെ മധുരമൊക്കെ
ഓരോരുത്തരും ഇങ്ങനെ കൊടുത്തു. പക്ഷെ അവരൊത്തിരി കുസൃതി കാണിക്കുന്ന പോലെ ഇവിടെ നിന്നുള്ളവരായിരുന്നു കൊടുക്കണം ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് ചിരിപ്പിച്ച് നല്ല ഇതായിരുന്നു കേട്ടോ. നല്ലതായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ലാസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഞാനപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനും കൊടുത്തു ഒരു മധുരം ഇങ്ങനെ അതിന് കൊടുത്തിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ബിജുവിൻ്റെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് മധുരം കൊടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഡാൻസിലേക്ക് പോയി. ഇതിപ്പം ഞാനും അവനും ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള ഡാൻസാണ്. അങ്ങോട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഡാൻസ് കളിക്കാനായിട്ട് പോവാണ്. ഡാൻസ് എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര ഡാൻസായിരുന്നു. ഇതിപ്പം ഇത്രയും ഞാൻ എല്ലാം ഒന്നും വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടില്ല. കുറച്ച് എന്ന് വെച്ചാൽ ഒന്നിനതുമല്ല, കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നാൽ കുറേ ഇടാത്തതുമുണ്ട്, കുറേ എടുക്കാത്തതുമുണ്ട്. കാര്യം ഇവർ പിന്നെ അച്ഛൻ്റെ ഞാൻ പറയുന്നത് അനിയന്മാരും ചേർന്നിട്ട് ഈ ഫുഡൊക്കെ വിളമ്പും അവർ ഡാൻസ് കളിച്ചുകൊണ്ടാണ് വിളമ്പുന്നത്. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ചെറുക്കനെ എടുത്തോണ്ട് ചേച്ചി അങ്ങ് പോയി. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ അതൊന്നും ആ സമയം അത് ലാസ്റ്റ് ഭാഗമായപ്പോൾ നമുക്ക് ഭയങ്കര ടയേർഡായതുകൊണ്ട് നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും മാക്സിമം കുറേയൊക്കെ എടുത്ത് ഞാൻ ഈ കളിക്കുമ്പോൾ ജിജി എനിക്ക് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ജിജി പറഞ്ഞ് ഞാൻ എടുത്തോണം, നീ പോയി കളിച്ചോളാൻ പറയും. അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടെ കടന്നങ്ങ് ഭയങ്കര എന്താ പറയാമെന്നറിയത്തില്ല, അതുപോലായിരുന്നു. കടന്നങ്ങ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സന്തോഷത്തിനൊക്കെ നല്ല അടി. ഞങ്ങളൊന്നും നോക്കി ചൂടും ഒരു കാര്യം ഞങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ഇവിടുത്തെ പോലെ അത്രയും ചൂട് അവിടെ ഇല്ലായിരുന്നു. അത് അത്യാവശ്യം ഒരു തണുപ്പൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. രാത്രി കിടക്കാൻ നേരത്ത് കൊതുകൊന്നും എഴുതി ബിൻസാസൺ കിടക്കുവാണ്, ക്ഷീണിതനായി കിടക്കുവാണ്. എന്തെല്ലാം പോസായിരുന്നു ഓരോരുത്തർ. അങ്ങനെ എല്ലാവരും ബിൻസാസൺ കിടക്കുന്നു. അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് ബിൻസാസൺ കിടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഇന്ന് ഓർഡറിലല്ല ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തൊക്കെ വീഡിയോസൊക്കെ ഇട്ടിരിക്കുന്നത്. ആ വീഡിയോ എടുക്കുന്ന ജിജി ആൻ്റിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളതേ അവരും ചെറുക്കനും കൂട്ടരും ഞങ്ങളെല്ലാവരും കൊണ്ടിരുന്നുകൊണ്ട് കളിക്കുമായിരുന്നു. അപ്പം ആര് മാറി ഈ പിള്ളേർ കളിക്കട്ടെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. സഹോദരന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. പിന്നെ അതിൽ നിന്ന് ശകലം മാറി നിന്നത് എൻ്റെ മമ്മിയും തൃശ്ശൂരിലെ മോളിയാൻ്റിയും മാത്രമായിരുന്നു. അവരങ്ങനെ വന്നില്ല. ബാക്കി എല്ലാവരും ഭയങ്കര ആക്റ്റീവ്. അത് അച്ചാച്ചൻ്റെ ഒരു അനിയനാണ് ജോർജ് ചായ. പുറകെ നിൽക്കുന്നത് ജോയിച്ചാച്ചൻ, അച്ചാച്ചൻ, ആരും മാറി നിന്നില്ല കേട്ടോ. ബിൻചാച്ചൻ, സന്തോഷ് ചാച്ചൻ, എല്ലാവരും ഭയങ്കര അവരുടെ ഒരു സെക്ഷൻ. അവർ നമ്മുടെ കൂടി കളിക്കുന്നു. എന്താ പറയുന്നത്, ആരും മാറി നിൽക്കുന്നില്ല. എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് നിറങ്ങി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു കല്യാണമായിരുന്നു കേട്ടോ. അതും എല്ലാവരും അവരുടെ ഭാര്യമാരാണെങ്കിലും ആൻറ്റിമാരാണെങ്കിലും അവരെല്ലാവരും കളിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, മമ്മിയും തൃശ്ശൂരിലെ ആൻറ്റി മാത്രം മാറി നിന്നു, മോളി ആൻറ്റിയും. ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്താ പറയുന്നത് തുള്ളി മറിയുമായിരുന്നു. അപ്പം കുറേ നേരമായപ്പോൾ ഞങ്ങൾ അവനോട് എല്ലാവരും പറയും പോയി കിടക്ക്, നാളെ കല്യാണത്തിന് പള്ളി ഇരുന്ന് ഉറങ്ങുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അവനും ഞങ്ങളുടെ കൂടെ കുറേ നേരം എല്ലാവരും ഒരുമിച്ചാണ് പിരിഞ്ഞത് കേട്ടോ. ആരും സെപ്പറേറ്റ് ആയിട്ട് പോയില്ല. അതുപോലെ ഒരു 12-1 മണി മമ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും, അല്ലെങ്കിൽ നല്ല ചവിട്ട് കിട്ടുമെന്നറിയാം. അങ്ങനെ പോവാണ്. അങ്ങനെ എല്ലാവരും കൂടെ കടന്ന് സന്തോഷാച്ചനൊക്കെ അങ്ങ് തകർത്ത് മറിയുമായിരുന്നു. അപ്പോഴത്തെ ഇത് ഭയങ്കര കോമഡിയായിരുന്നു. ജോയിച്ചാച്ചൻ അവിടെ ചിരിച്ചു പോകുന്ന കേട്ടോ. നമ്മളിത് കാണുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കുമെന്നോ ഈ വോയിസ് കൊടുക്കുമെന്ന് തോന്നത്തില്ല. ഇത് സാധാരണ ഫോണിനകത്ത് കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നോ അങ്ങ് ചിരിച്ചു പോകുന്ന. ഇത് ലൈറ്റ് ഇട്ട് ജോയിച്ചാച്ചൻ ഞങ്ങളുടെയൊക്കെ ദേഹത്തൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പം ഇറത്തടിക്കുമെന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു. ജോയിച്ചാച്ചൻ അതും കൂടെയൊക്കെ ഇങ്ങനെ സന്തോഷാച്ചൻ അത് കഴുത്തേലും ഇട്ട് ഒക്കെ കളിക്കുമായിരുന്നു. അപ്പം ഞങ്ങളത് കറണ്ട് അടിക്കുമെന്നൊക്കെ പറഞ്ഞ് അതങ്ങ് മാറ്റുമായിരുന്നു. ഇത് കൊച്ചായൻ എല്ലാവരും സിറ്റ് ഔട്ട് എഴുതത്തില്ല, എല്ലാവരും ഉന്തി താഴോട്ടിടും. കളിക്കുന്ന ആരെയും വെറുതെ നിർത്തത്തില്ല, അത് ആരെയാണെങ്കിലും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവൻ്റെ കല്യാണമായിരുന്നു തൃശ്ശൂർ ലാസ്റ്റ് നടന്ന കല്യാണം. അത് കഴിഞ്ഞിട്ടുള്ള അന്ന് ഞാൻ പറഞ്ഞായിരുന്നു അടുത്തത് ബിജുവിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. പിന്നെയും ഞാൻ വീണ്ടും നിങ്ങളുടെ പറയണേ, എൻ്റെ ഇത് അയൽവക്കത്തുള്ള അടുത്തുള്ള പിള്ളേരുടെ ഡാൻസ് കേട്ടോ. അവരുടെ ഡാൻസാണ്. അവർ കളിക്കാൻ കുറേ നേരം പാവമുണ്ട്. പിള്ളേർ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ തുള്ളൽ നിന്നിട്ട് വേണ്ടേ അവർക്ക് കളിക്കാൻ. അവസാനം ചേച്ചി പറഞ്ഞു ഞങ്ങളൊക്കെ ഒരു സൈഡിലോട്ട് മാറി. എന്നിട്ട് പിള്ളേരെടുത്തുകൊണ്ട് കളിക്കുന്നു, ഞങ്ങളല്ലാതെ വേറെ കിടന്ന് കളിക്കുന്നു. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെ ഇരട്ടി പറയാൻ വയ്യ, അതുപോലായിരുന്നു. ഭയങ്കര ബഹളം എന്ന് വെച്ചാൽ ഭയങ്കര ബഹളം. ആ ഏരിയയിലൊന്നും ഒരു മനുഷ്യന് ഉറങ്ങാൻ പറ്റിയെന്ന് തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ബഹളമായിരുന്നു. എല്ലാവരും അടുത്തുള്ളവരെയും നമ്മൾ നന്ദി പറയും. കാര്യം അവർക്ക്
ഒരു എന്താ പറയുക ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ അതുപോലെ എൻജോയ് ചെയ്ത് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഇത് നമുക്കൊരു വാക്കുകൊണ്ട് പറയാതിരിക്കതേ. കുട്ടാപ്പി മെയിൻ താരം. അവൻ ഇപ്പം വന്ന് ബിൻചാച്ചൻ പൊക്കിക്കൊണ്ട് പോകും കേട്ടോ. അവൻ ഇച്ചിരി നല്ല റെസ്റ്റ് എടുത്തോണ്ടിരുന്ന സമയം അവന് ബിൻചാച്ചൻ പൊക്കി അവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് ഇപ്പം ഇനി അവരുടെ ഡാൻസ്, അടുത്ത ഡാൻസ്, അങ്ങനെ ഭയങ്കര ഒരു ഓളമായിരുന്നു. അച്ചാച്ചൻ ചെരുവം കൊണ്ട് വരുന്നു, ഡാൻസും കളിച്ചുകൊണ്ട് ചെരുവം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഒറ്റ തള്ള. ഞാനപ്പോൾ സിറ്റോട്ട് ചെയ്ത് എൻ്റെ മണ്ടയിലോട്ട് വീണു. സോറി കേട്ടോ, ചുമ. അപ്പോഴത്തേക്കും വീണ് അങ്ങനത്തെ. പിന്നെ ഇവർ കണ്ടിന്യൂസ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് കുറച്ചൊക്കെ അങ്ങ് ഓടിച്ച് സ്പീഡാക്കി വിടാം. കുറച്ച് ഞാൻ സ്പീഡാക്കി വിട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ കാണട്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടി വിടാം. അതുകൊണ്ടാണ് ഇത്രയും ലോങ് ആയത് വീഡിയോ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് വോയിസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാളു അവിടെ ഒരു ഫോൺ ഇരിക്കുന്നതാണ്ടോ. മാളുവിൻ്റെ പപ്പയുടെ ഫോണാണ്. എല്ലാവരും അടുത്തെന്ന് പറഞ്ഞ് എൻ്റെ പപ്പയുടെ പാസ്വേഡ് അറിയാവോ, എൻ്റെ പപ്പയുടെ പാസ്വേഡ് അറിയാമെന്ന് എല്ലാവരും അടുത്തും ചെന്ന് അവൾ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ അത് പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെയൊക്കെ രസകരമായ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നു. ഫുഡ് കൊടുക്കാൻ നേരത്താണെങ്കിലും ഇവർ തുമ്പിയുടെ മുടിയൊക്കെ വെട്ടി കേട്ടോ. ഫുഡ് കൊടുക്കാൻ നേരത്താണെങ്കിലും ഡാൻസ് കളിച്ചുകൊണ്ട്, ഇതാ ചെറുക്കൻ്റെ അമ്മ കേട്ടോ. ഫുഡ് കൊടുക്കാൻ നേരത്തെ ഡാൻസ് കളിച്ചുകൊണ്ടാണ് എല്ലാവരും ഫുഡ് കൊടുക്കുന്നത്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ജോയി ചാച്ചൻ ക്ഷീണിച്ച് കസാരയിൽ ഇരുന്നുള്ള ഡാൻസാണ് അവസാനം ജോയി ചാച്ചൻ്റെ. അപ്പം എല്ലാവരും കുറച്ചൊക്കെ ആയിപ്പിച്ചിട്ട് നേരെ 5 മിനിറ്റൊക്കെ ഇരുന്ന് കേട്ടോ. ജിജി ആൻറ്റി, സന്തോഷേട്ടൻ്റെ അടുത്ത് ഞാൻ എപ്പോൾ ക്യാമറ കൊണ്ടുവന്നാലും സന്തോഷമുള്ള ഡാൻസാണ്. അങ്ങനെ സന്തോഷം എല്ലാവരും പ്രത്യേകം എന്താ പറയുക, ആരും മാറി നിൽക്കുന്നില്ല. എല്ലാവരും നല്ല ഇതാണ്. പിന്നെ ജോർജ് ചാൻ ഇത് ലാസ്റ്റ് ആട്ടോ. ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ജോർജ് ചാൻ കഴിക്കുന്ന വീഡിയോ കേട്ടോ. എല്ലാം മിക്സ് ചെയ്താൽ ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ ഇടുന്ന കേട്ടോ. ഇത് ഫസ്റ്റ് ഇട്ട വീഡിയോ കേട്ടോ. ഇതെന്ന് പറയുന്നത് ഫുഡ് കൊടുക്കുന്നതാണ്. അടുത്തുള്ളവരെല്ലാവരും കൂടെ വന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ബിരിയാണി ആയിരുന്നു. ബിരിയാണി ഉണ്ടാക്കിയത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അച്ചാച്ചനും സഹോദരന്മാരെല്ലാവരും കൂടെയാണ്. അവർ തന്നെയാണ്. ജോയി ചാച്ചനും വല്യപ്പ അവരൊക്കെയാണ്. അച്ചാച്ചനും അവരെല്ലാവരും കൂടെയാണ്. ബിരിയാണി ആയിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴത്തെ ഫുഡ് ഉണ്ടാക്കി. അപ്പം അവിടെ ഒരു വശത്ത് ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു വശത്ത് നമ്മുടെ ഡാൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. എല്ലാം നമ്മൾ മറിയുവേ, എന്നെ പറയണമെന്നറിയത്തില്ല. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചൂടാണോ ഒന്നും ആർക്കൊരു പ്രശ്നമല്ല. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ആരും മാറി നിന്നില്ല. എല്ലാവരും ഒരു 2 സ്റ്റെപ്പെങ്കിൽ 2 സ്റ്റെപ്പ് വെക്കാൻ എല്ലാവരും നമ്മുടെ കൂടെ കൂടി. അത് ഭയങ്കര കൂടുതലും നമ്മുടെ പിന്നെ അവൻ്റെ ഡിജുവിൻ്റെ പപ്പയുടെ ഭാഗത്തുനിന്ന് വെച്ചാൽ പപ്പയുടെ റിലേഷനുള്ളവരായിരുന്നു ഭയങ്കര ആക്റ്റീവായിട്ട്. അവർ മറ്റവർ ഉണ്ടായിരുന്നു. പക്ഷെ അവർ കല്യാണത്തിന് സ്റ്റേജ് കളിച്ചു, ഡാൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ കൂടുതലും നമ്മളായിരുന്നു. നമുക്ക് സ്റ്റേജ് കളിക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ കളിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തായതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. അതുകൂടെ കൂട്ടി ഞങ്ങൾ തലേദിവസം അടിപൊളിയായിട്ട് ഞങ്ങൾ തകർത്തു. അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഇത്രയും അംഗങ്ങളുള്ളതുകൊണ്ടേ നല്ല രസമാണ്. എന്തെങ്കിലും ഒരു പരിപാടി ഫങ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വരും, ഭയങ്കര എൻജോയ് ചെയ്യും. അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം നമ്മുടെ പരിപാടി ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഡാൻസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാട്ടിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ആ പാട്ട് ലാസ്റ്റ് തീരുന്നിടം വരെ ഒന്നും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അടുത്ത പാട്ട്. അപ്പം നമ്മളത് കളിച്ച് വരുമ്പം അടുത്ത പാട്ടിടും അവർ. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുട്ടാപ്പിയും ടിബിന് ജീസൺ ഇവരൊക്കെയാണ് മെയിൻ താരങ്ങൾ. ഇവർ പ്രത്യേക ഒരു വൈബായി. ഇവർ കൂവാനും കമൻറ്റ് പറയാനും ഇവരെ കഴിഞ്ഞിട്ടേ ആരും ഉള്ളായിരുന്നു. പിന്നെ ബിനിചാച്ചൻ ഇവർ കൂടെ കൂടുന്ന ഒരാളായിരുന്നു കേട്ടോ, ബിനിചാച്ചൻ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് എന്താ പറയുക, നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ? ഇല്ല. അപ്പം അതുപോലെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തൊരു വീഡിയോ. അച്ഛൻ അടുത്ത ചെരുവ കൊണ്ട് വന്നു വേസ്റ്റ് കളയാൻ പോകാം കേട്ടോ. അതും ഡാൻസ് കളിച്ചുകൊണ്ടാണ്. ഫുഡ് വിളമ്പുന്നതും ഡാൻസ് കളിച്ചുകൊണ്ട് എല്ലാം ഡാൻസായിരുന്നു. എല്ലാവരും അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ അത് ലാസ്റ്റായിരുന്നു. അത് നമുക്ക് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടാണ് വിളമ്പുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. മീൻസ് വേറൊന്നല്ല, നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ചു. ഇത്രയും നേരവുമായി. അപ്പോൾ നമ്മളങ്ങ് ക്ഷീണിച്ചപ്പോൾ പിന്നെ നമ്മൾ മടുത്ത്. പിന്നെ ഇത്രയും വീഡിയോസ് നമ്മൾ എടുത്തല്ലോ, പിന്നെ അതുകൊണ്ട് അതൊക്കെ എടുക്കണമായിരുന്നെന്ന് ഇപ്പോൾ ഓർക്കട്ടോ. അതൊക്കെ രസമായിരുന്നു. പിന്നെ ഇത്രയും വീഡിയോസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനല്ല, ഞാനിതിനെല്ലാം വോയിസും കൊടുക്കണം. എന്നാ കൊടുക്കുന്നത് ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ അതുപോലെ
നമ്മൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാവരും ആൻറ്റിമാരാണെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചായിരുന്നു നമ്മളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ കുറച്ച് സ്പീഡാക്കിയാണ് വിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തീരത്തില്ല, അതുകൊണ്ടാണ് സ്പീഡാക്കി വിട്ടത് വീഡിയോസും കാര്യങ്ങളുമൊക്കെ. പിന്നെ ബിനിചാച്ചൻ ലൂക്കോച്ചനെ വിട്ടുകൊണ്ടുള്ള ഡാൻസായി കാണുന്നത്. അങ്ങനെ അതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സോറി കേട്ടോ, ഏമ്പക്കം വന്ന. പിന്നത്തെ ലൂക്കോച്ചൻ ഞാൻ നോക്കാന്നിടത്ത് തന്നെ ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്തു. അങ്ങനെ അവിടെ ഡാൻസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഡാൻസ് കളിക്കുന്ന ഇവിടെ ഇത്. പിന്നെ സന്തോഷ് ചേച്ചനെ ഞാൻ വെറുതെ സന്തോഷം വെള്ളം കൊടുക്കായിരുന്നു. സന്തോഷം ക്യാമറ കാണപ്പോൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പോഴത്തെ ഇതൊക്കെ അടുത്തുള്ളവരൊക്കെ കഴിച്ച് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് ആൾക്കാർ കയറിയതാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതേണ്ട ആ ഒരു വശത്താണ് എല്ലാവരും ഒന്ന് ഇരിക്കുക, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. എന്തോരം കളിയായിരുന്നു, ഇങ്ങനെ മറിയുമല്ലായിരുന്നു എല്ലാവരും കൂടെ. അപ്പം നല്ല ക്ഷീണമുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. എന്ന് വെച്ചാൽ ഒരുപാട് സമയമില്ല കേട്ടോ, ഇച്ചിരി സമയം ഇരിക്കും. പിന്നെ നമ്മുടെ ഡാൻസ് കണ്ടിന്യൂസ് ചെയ്യും. ഇത് 3ാമത്തെ ട്രിപ്പ് ആൾക്കാർ വന്നിരുന്ന് അവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ലാസ്റ്റാണ് ഫുഡ് കഴിക്കാനിരുന്നത് കേട്ടോ. അതാണ് ആ സമയത്തായിരുന്നു വിളമ്പിക്കൊണ്ടിരിക്കുന്നിടത്തുള്ള ഡാൻസും. ഇവർക്ക് വിളമ്പപ്പോഴും ഒക്കെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നേരത്തെ അത്രയും ലാസ്റ്റായിരുന്നു. പക്ഷെ അതെനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ പരിപാടി ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ആരും ചുമ്മാ ഇരിക്കും. ലിജുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുമൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജോറുടി ചായൻ്റെ ഡാൻസ്, മമ്മി. അപ്പോഴത്തെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അച്ഛൻ നല്ല ആക്റ്റീവായിരുന്നു. അച്ഛൻ മാറി നിൽക്കുന്ന ഒരു അച്ഛനല്ലായിരുന്നു, നല്ലൊരു അച്ഛനായിരുന്നു. കൊച്ചായനാണ് എല്ലാവരെയും നടുക്കോട്ട് കയറ്റി നിർത്തി കളിക്കെന്ന് പറയും. ഇവിടെ നിന്ന് പറയുന്ന കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര നമുക്ക് പ്രോത്സാഹനം തരുന്ന ആൾക്കാരാണ് കേട്ടോ. അതാരാണേലും എല്ലാം ഇങ്ങനെ അയ്യോ അങ്ങനെ മാറി നിൽക്കുന്നതല്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ട്, ഡാൻസ്, അങ്ങനത്തെ ഭയങ്കര കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് എല്ലാവരും ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളിലും. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഡാൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനത്തെ ഇത് ഞങ്ങൾ ഏഴുമല പൂഞ്ചോല, അത് സ്പടികത്തിനകത്ത് അതിങ്ങനെ എല്ലാവർക്കും ഭയങ്കര ചിരിയും നാണമൊക്കെ ആയിരുന്നു. അത് ഞങ്ങൾ ആ പാട്ട് കേട്ടിട്ട് അതിൻ്റെ ചിരിയും വരച്ച് അതാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ ഭയങ്കര തുള്ളലും നല്ല ആക്റ്റീവായിട്ട് വൈബായിരുന്നു. പ്രത്യേക ഒരു എന്താ പറയാൻ അറിയത്തില്ല, അതുപോലായിരുന്നു. ഒത്തിരി നമ്മളങ്ങ് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ ആസ്വദിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒന്നായിരുന്നു. എല്ലാവരും ആവിയെടുത്തും കുളിച്ചാണ് നിന്നത്. പിന്നെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് പോയി ഫ്രഷായി. പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങ് പോയി. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചാടാനും തൊള്ളാനും ഒന്നും നിന്നില്ല. പിന്നെ ഞാൻ പോയി ദേഹമൊക്കെ കഴുകി മുടിയൊക്കെ കെട്ടി വെച്ച് വീട്ടിലിരുന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഫ്രഷ് ആയിരുന്നു. കാര്യം ഇനിയും കളിച്ചത് ശരിയാവത്തില്ല, അതുപോലെ നമുക്ക് വയ്യായിരുന്നു. ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട്. അച്ചാച്ചൻ മമ്മിയെ വിളിക്കുക ഡാൻസ് കളിക്കാനായിട്ട്. മമ്മി എന്ത് ചെയ്ത കാര്യത്തിന് മമ്മിയെ വലിച്ചോണ്ട് അച്ചാച്ചൻ പോയി. പക്ഷേ അച്ചാച്ചൻ മമ്മി പോകത്തില്ല, മമ്മി എന്ത് ചെയ്താൽ പോകത്തില്ല, മമ്മി കളിക്കത്തില്ല. ബാക്കി എല്ലാവരും കളിക്കും കേട്ടോ. മോളിയാൻ്റെയും മമ്മി ഒഴിച്ച് ബാക്കി എല്ലാവരും കളിച്ചു. അപ്പോഴത്തെ എല്ലാവരും നല്ലതായിട്ട് അടിച്ച് പൊളിച്ച്. ജോചാച്ചനൊക്കെ ആണെങ്കിൽ അങ്ങ് തകർക്കുമായിരുന്നു, കൊച്ചായനും ഒക്കെ. അപ്പോഴത്തെ എല്ലാവരും ഡാൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡാൻസ് പഠിച്ചിട്ടൊന്നും അല്ല. ജിജി ആൻറ്റിയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മീനെ. നമ്മളൊന്നും ഡാൻസ് പഠിച്ചിട്ടൊന്നും അല്ല കളിക്കുന്നത്. നമുക്ക് ഉള്ള നമ്മുടെ ആൾക്കാർ മാത്രം. അപ്പം നമുക്ക് എന്ത് വേണം ചെയ്യാമല്ലോ, എന്ത് ഡാൻസ് എന്ത് സ്റ്റെപ്പ്, ആരും നമ്മളെ ഒരു ഇത് പറയാനായിട്ടില്ല. അപ്പം അത്ര ചുമ്മാ ഒന്ന് കൈകൊട്ടിയാൽ മതി, അതും ഒരു സന്തോഷമല്ലേ. എല്ലാവരുടെയും കൂടെ നമ്മളൊന്ന് ഒരുമിച്ച് കൂടുന്നു, ഒന്ന് മാറി നിൽക്കാതെ എല്ലാവരുടെയും സഹകരിക്കുന്നിടത്ത് നമ്മളും എല്ലാവരും കൂടെ സഹകരിക്കുന്നു. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയായിരുന്നു. ഇത് ഫസ്റ്റിലത്തെ കേട്ടോ. ഞങ്ങൾ 2 പേര് യൂട്യൂബ് ചാനൽ വരാട്ടോ. ഞങ്ങൾ 2 ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ വീഡിയോസ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമുക്കൊന്നിനും ആക്റ്റീവ് ആകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരെങ്കിലും ഫോൺ വീഡിയോസൊക്കെ എടുത്തു തരാനുണ്ടെങ്കിൽ നമുക്ക് അതിൽ പങ്ക് ചെയ്യാൻ പറ്റും. എനിക്ക് പിന്നെ ജിജി ആൻറ്റിയും എല്ലാവരും എടുത്തു തരാനുണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഡാൻസ് കളിക്കാനും ഒക്കെ ഇവരോട് കൂടാനായിട്ട് എനിക്ക് പറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഡാൻസ് കളിച്ചത് ബിൻചാച്ചൻ്റെ ഫാമിലിയുടെയും ഡാൻസാണ്. അപ്പം ഒക്കെ കളിച്ച് നമ്മൾ എന്താ പറയുന്നത്, ജോയിച്ചാച്ചൻ ബിൻചാച്ചൻ എല്ലാവരെയും പിടിച്ച് ഡാൻസായിരുന്നു കേട്ടോ.
പക്ഷെ അങ്ങനെ വേണം, നമുക്കൊരു ചുമ്മാ ഒന്ന് കൈകൊട്ടിയാൽ മതി, എല്ലാവരും കൂടെ നിന്ന് കൈകൊട്ടുന്നു, അതും ഒരു സന്തോഷമല്ല. ഈ ഒരു ഇങ്ങനെയുള്ളൊക്കെ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ സന്തോഷിക്കണം അല്ല. ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് നാളെ നമ്മൾ ഉണ്ടാവോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തുമാത്രം സന്തോഷിക്കാവോ, അത് ഒരു 5 മിനിറ്റ് ഉള്ളെങ്കിൽ ആ 5 മിനിറ്റ് നമുക്ക് മാക്സിമം എന്തുമാത്രം സന്തോഷിക്കുക അത്രമാത്രം നമ്മൾ സന്തോഷിക്കണം. അപ്പം അങ്ങനെ സന്തോഷിച്ച് എല്ലാവരും അടിപൊളിയായിട്ട് കണ്ടോ. ഇതൊക്കെ അച്ചാച്ചൻ്റെ ഡാൻസ് ചോദിച്ചാൽ ബിൻചാച്ചൻ മമ്മിയെ വലിച്ചോണ്ട് അച്ചാച്ചനും വലിച്ച് മമ്മിയെ വലിച്ചു. പക്ഷേ സോറി ആയിട്ട് ചിരി വന്നിട്ട് വലിച്ചു. പക്ഷേ മമ്മി കളിക്കത്തില്ല, മമ്മിക്ക് അങ്ങ് നാണമൊക്കെ. ജിജിയാൻ്റിയൊക്കെ ഭയങ്കര ആക്റ്റീവ്, ജിജിയാൻ്റിയൊക്കെ കളിക്കുക ചേച്ചി മമ്മി കളിക്കത്തില്ല. മമ്മി അവിടെ പോയി കസാരയിൽ പോയിരുന്നു. അപ്പോൾ പിന്നത്തെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇന്നത്തെ മെയിൻ താരങ്ങൾ പിന്നെ ബിൻചാച്ചനാണ് കേട്ടോ. ബിൻചാച്ചൻ ഭയങ്കര ആക്റ്റീവാണ്. ഇത് സന്തോഷ് ചാച്ചനും പ്രീതിയാൻ്റിയുടെയും ഡാൻസ്, അവർ തമ്മിലുള്ള ഡാൻസ്, അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പിൾസായിട്ട് എല്ലാവരും ഓരോരോ ഡാൻസ് കളിക്കുമായിരുന്നു, ഓരോ പാട്ടിനനുസരിച്ച് കളിക്കുമായിരുന്നു. ചിരിച്ച് നമ്മൾ തീരും. പക്ഷെ നമുക്കിങ്ങനെ സ്വരമില്ല, പാട്ടും ആകെ ബഹളമാണ്. നമുക്കൊന്ന് ഒരാൾ വിളിക്കണമെങ്കിൽ തന്നെ നമ്മൾ കാരണം കിടന്ന് അത്രയ്ക്ക് ഇതായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഇതായിരുന്നു, കാര്യമായിരുന്നു. അപ്പോഴത്തേ നമ്മുടെ പരിപാടി ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കട്ടെ. ഞാനെന്നിട്ട് കുറേ ഒന്നും എടുത്തിട്ടില്ല വീഡിയോസ് ഈ ഡാൻസ്. കാര്യം ഇത്രയും ലോങ് വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണണം കേട്ടോ. കണ്ടാലേ ഉള്ളൂ നമ്മുടെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു ലോങ് വീഡിയോയിലൊന്നും മിസ് ചെയ്ത് പോവല്ലേ, ഫുള്ളും വീഡിയോസ് നിങ്ങൾ കാണണം കേട്ടോ. ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. അതുകൊണ്ട് എല്ലാവരും കാണണം. വീണ്ടും ഞാൻ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ എൻ്റെ ചാനൽ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു. ചില വീഡിയോസൊക്കെ റിപ്പീറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് നമുക്കിപ്പോൾ ഗാലറി ഫുള്ള് ഇങ്ങനെ വീഡിയോസ് കിടക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഓരോ ഇതിപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇതിട്ട് വോയിസ് കൊടുത്തപ്പം എൻ്റെ അത് പോയി. രണ്ടാമത്തെ കൊടുക്കുക, നമുക്ക് ഇത്രയും ലോങ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് വോയിസ് കൊടുക്കാൻ നമ്മൾ ഭയങ്കര ഇപ്പം തന്നെ വിയർത്ത് കുളിച്ചിട്ടാണ് ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുന്നത്. കാര്യം ഫാൻ ഇടാൻ പറ്റത്തില്ല, ഫാനിൻ്റെ സൗണ്ട് നമ്മളൊരു മുറിയിൽ വോയിസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം പുറത്തിറങ്ങി കൊടുക്കാൻ പറ്റത്തില്ല, വേറെ സ്വരങ്ങളും ശബ്ദങ്ങളും ഹാളിലിരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല, എന്തൊക്കെയൊക്കെ സൗണ്ടുകൾ വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മുറിയിലിരുന്ന് ഫാൻ പോലും ഇല്ലാതിരുന്ന് ഇടുക. അങ്ങനെ കഷ്ടപ്പെട്ട് ആദ്യം ഒരു വോയിസ് കൊടുത്തത് പോയി, അത് കഴിഞ്ഞ് രണ്ടാമത് കൊടുക്കുന്ന വോയിസ് ആയത് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ നമുക്ക് പറയുമ്പോൾ നമുക്കും ഭയങ്കര ഒരു അണച്ചിലൊക്കെ വരും. പിന്നെ ഞാൻ ഓർത്ത് നമുക്ക് വോയിസ് കൊടുത്തുകൊണ്ട് അങ്ങ് ചെയ്യാമെന്ന്, ഇങ്ങനെ ലൈവായിട്ട് അങ്ങ് ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങ് പോവാം. അപ്പം തന്നെ വോയിസും കൊടുത്തിട്ട് പോന്നു. ഓൾറെഡി ഞാൻ മൈക്ക് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത്രയും പാട്ടും ബഹളവും ഒക്കെ ആകുമ്പോൾ നമുക്ക് വോയിസ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഒന്നും നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. ഒന്നും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓർത്ത് വീഡിയോസ് എടുത്തിട്ട് ലാസ്റ്റ് വോയിസ് ഇതുപോലെ റൂമിൽ വന്നിട്ട് ഇട്ടിട്ട് വീഡിയോസ് ഇടാമെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് ഓർത്തു. പക്ഷേ എനിക്കിഷ്ടം അപ്പം തന്നെ നമ്മൾ പറഞ്ഞ് അങ്ങ് വീഡിയോ എടുക്കാമെങ്കിലുണ്ടല്ലോ അതങ്ങ് നടക്കും. ഇതിപ്പം നമ്മൾ ഇത്രയും ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ്. വോയിസൊക്കെ കൊടുത്ത് നമ്മളൊരു പരുവാകും. അതുകൊണ്ട് പക്ഷേ ഷോർട്സ് കുറേശ്ശെ വീഡിയോ ആയിട്ട് കുറച്ചൊക്കെ കട്ട് ചെയ്ത് ഈ ഡാൻസൊക്കെ കുറച്ച് കട്ട് ചെയ്തൊക്കെ ജിജേൻ്റെയൊക്കെ കളിക്കുന്നതാണ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ടല്ലോ. പക്ഷെ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നമുക്കെല്ലാം കാണും, ഇതിടാം എന്നൊക്കെ അങ്ങ് തോന്നും. ഒന്നും വേണ്ട എന്ന് തോന്നി ഇടാതിരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടിയാലും കുറച്ച് വോയിസൊക്കെ അതാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ പിന്നെ റിപ്പീറ്റ് വരും. കാര്യം നമുക്ക് ഇത്രയും നാട് എന്ത് പറയണമെന്ന് അറിയത്തില്ലല്ലോ, മിണ്ടാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പാട്ടൊക്കെ സൗണ്ട് കുറച്ച് നിങ്ങൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ പാട്ടും ഡാൻസ്. ഇത് മണവാളൻ്റെ പാട്ടാണ്. അവൻ കളിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. എല്ലാവരുമായിട്ട് കളിച്ച് മറിഞ്ഞ് കളിച്ച ഒരു വീഡിയോ ആയിരുന്നു. രസമായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ കല്യാണത്തിൻ്റെ സമയത്ത് പിന്നെ ഒരുക്കം അങ്ങനെയൊക്കെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കല്യാണത്തിൻ്റെ അന്ന് ഞങ്ങളിഞ്ഞ് പോകുന്നു. കല്യാണം കഴിഞ്ഞ് വൈകിട്ട് ഒരുമാതിരിപ്പെട്ട ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ ഡാൻസ് ഈ സമയത്ത് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട് കുറേ പേര്. ഈ സമയമൊക്കെ ഇപ്പം നല്ല എല്ലാവരും ഭയങ്കര അങ്ങ് ക്ഷീണിച്ചു, നല്ല ടയേർഡായിരുന്നു എല്ലാ മനുഷ്യരും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ജോർജ് ചായൻ്റെ ഡാൻസ്. അപ്പം എല്ലാവരും എന്താ പറയുക നല്ല ഇതായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അത് ലാസ്റ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ.
അപ്പം അത് ലാസ്റ്റാണ്. അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ, ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കിടക്കാൻ പോയിട്ട് എന്ത് ചെയ്താൽ കുട്ടാപ്പി എന്നെ കിടത്താൻ സമ്മതിച്ചില്ല. എല്ലാവരും കടന്നു, പക്ഷേ അവൻ എന്നെ കടത്താൻ സമ്മതിച്ചില്ല. ഞാൻ കിടക്കുന്നിടത്തുനിന്ന് അവൻ എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് അവൻ അവിടെ കടന്നു. ഞാൻ എന്തോ പുറത്ത് ഇവർ ബലൂൺ വീർപ്പിക്കുന്നുണ്ടായിരുന്നു ഡെക്കറേഷന് വേണ്ടി പിറ്റേ ദിവസം. അപ്പം ഞാൻ അത് എടുക്കാനായിട്ട് പോയ സമയത്ത് ഇവൻ എൻ്റെ സീറ്റിൽ കയറി കടന്നു. പിന്നെ ഞാനത് മാറണം, ഞാൻ വേറെ കിടക്കത്തുമില്ല വേറെ സ്ഥലത്ത്. അപ്പം അവൻ എന്നെ കിടത്തില്ല. അവരത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് മാറിയത്. അപ്പോൾ ഉറക്കവും ശരിയല്ല. ഉറക്കം ശരിയല്ലെന്ന് വെച്ചാൽ എപ്പോഴാണ് കിടന്നത്? ഒരു 2:30 എങ്കിലും ആയി, മിനിമം 2:30-3 ആയി കിടന്നപ്പോൾ. പിന്നെ 6:30 ആയപ്പോൾ നമ്മൾ എഴുന്നേൽക്കുകയും ചെയ്തില്ലേ. അപ്പം ഭയങ്കര ടയർഡായിരുന്നു. കല്യാണത്തിൻ്റെ സമയത്താണേലും പള്ളിയിൽ ചെന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ തൃശ്ശൂരിലെങ്ങാണ്ട് കുറച്ചും കൂടെ ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് പള്ളിയിൽ കുറച്ച് എന്ന് വെച്ചാൽ ഫുള്ളും എടുത്തില്ല. കാര്യം കുർബാന നടക്കുമ്പോൾ നമുക്കങ്ങനെ എടുക്കാൻ മോശമല്ലേ, അത് ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് ഞാൻ എന്നാലും മാക്സിമം താമിന് കിട്ടുന്നതും ലാസ്റ്റത്തെ ശകലം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളിത് കഴിക്കുന്ന രംഗമാണ്. അപ്പോൾ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു, ആ പാട്ടില്ലേ അതിട്ടിട്ടുണ്ടായിരുന്നു. ആ പാട്ടിനൊത്തതേ ഞങ്ങൾ തുള്ളിയാണ് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ സിയ, ഞാൻ, ലീല ചേച്ചി, മാളു, പിന്നെ അങ്ങോട്ട് പ്രീതി ആൻറ്റി, അവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ അവരും ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോഹാൻ ഫോൺ മേടിച്ചുകൊണ്ട് പോയി. അവരപ്പം ഫുള്ളങ്ങ് നമുക്ക് ഒന്നും ക്ലിയർ ആയിട്ട് പറ്റിയില്ല കാണാനായിട്ട്. അപ്പുറത്തെ സൈഡിൽ അവരും കളിക്കുന്നുണ്ട്. പിന്നെ ഈ വിളമ്പുന്ന സമയത്ത് വിളമ്പുന്ന അപ്പാപ്പിമാരും അവരും ഡാൻസ് കളിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഫുഡെല്ലാം കഴിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ക്ലൈമാക്സ് കേട്ടോ. ഇതോടെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തുള്ളാനൊന്നും പോയില്ല. കുറച്ച് നേരമൊക്കെ ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി കളിക്കാനൊന്നും പോയില്ല. അവസാനം അതേ എല്ലാം കഴിഞ്ഞു. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ റെസ്റ്റ് എടുത്ത് എല്ലാവരും ഉറങ്ങാനായിട്ടൊക്കെ പോവാണ്. ആ ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള എല്ലാം കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു. ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ കിടന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് ബലൂൺ വീർപ്പിക്കുകയാണ്. കൊച്ചായൻ, ബിനുചാച്ചൻ, അച്ചാച്ചൻ, അച്ചാച്ചൻ ഉറങ്ങി കേട്ടോ. ജോറുടിച്ചായൻ, സന്തോഷ് ചാച്ചൻ, എല്ലാവരും കൂടെ കൊച്ചായനാണ് ബലൂൺ വീർപ്പിച്ച് കണ്ടോ. പിന്നെ വൈറ്റും ബ്ലൂവും കളറായിരുന്നു, കോമ്പിനേഷൻ ആയിരുന്നു. വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. അതൊക്കെ ഞാൻ നാളെ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അച്ചാച്ചൻ അവിടെ കിടന്ന് പറയാം. അപ്പോൾ അവരെന്നോട് പറയണം അച്ചാച്ചൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ജോറുടിച്ചാരൊക്കെ എന്നോട് പറയും. അച്ചാച്ചൻ അവിടെ താഴെ കിടപ്പുണ്ട്, ഇടാനായിട്ട് പറയണം. ഞാൻ പറഞ്ഞു ഇല്ല എടുക്കത്തില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അവരതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ബലൂൺ വീർപ്പിക്കുന്ന ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിഷൻ ഉണ്ട് കേട്ടോ. ആ മിഷൻ വെച്ചാണ് അവർ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സ്കിപ്പ് ചെയ്ത് കാണണേ. ടാറ്റാ.